അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പം നമ്മൾ പുലിക്കളി കാണാൻ വന്നിരിക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നല്ലൊരു പോസ്റ്റായിട്ടോ. കാരണം എനിക്ക് വർക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1:30 ആകുമ്പോഴേക്കും തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് തൃശ്ശൂരിലൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിരിപ്പോൾ അയ്യോ അടുത്ത ചേച്ചിമാർ പണിയെടുക്കുന്നതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ അച്ഛനും ക്ഷീണിച്ചിട്ട് അവർ നല്ല ഉറക്കമായിട്ട് വണ്ടിയിലിരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് വേര് മുളയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കാം എന്ന് വിചാരിച്ചു. ഈ 3 പിള്ളേരെ കുറമ്പുകൊണ്ട് എങ്ങോട്ടും പോകാനുള്ള മൂടും വരില്ല കേട്ടോ. ഒന്നിനെ ഇങ്ങോട്ട് വിളിച്ചാൽ രണ്ടാമത്തെ അങ്ങോട്ട് പോണ അവസ്ഥയാണ്. അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ അവരെ കുറുമ്പ് കൂടിയപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു 6 മണി 6:30 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പുലി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനൊരു ഫ്ലോ പോയി, നമുക്ക് മൂഡ് പോയി. ഞാൻ ആദ്യം ആരും കളിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ കൈ പിടിച്ച് നടക്കുകയായിരുന്നു. പിന്നെ നല്ല അങ്ങനെ ആദ്യത്തെ പുലി പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചധികം ടൈം ലാഗ് അടുപ്പിച്ച് നിർത്തിയിട്ടാ. അങ്ങനെ കുറേ നേരം ഏട്ടൻ കാത്തുമരം വാശി മാറ്റാണ്ട് ഇങ്ങനെ എടുത്ത് കിടക്കലും മറയിലൊക്കെ തന്നെയായിരുന്നു. കാരണം പിള്ളേരല്ല, അവർക്ക് ഭ്രാന്തായിട്ട് അവർ അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനമ്മയൊക്കെ ഒന്ന് പുറത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുലി വന്ന ടൈമിൽ. പിന്നെ ഇപ്പം ഞാനും ഏട്ടനും കൂടി പോകുന്നത് 2 ബോട്ടിൽ വെള്ളം മേടിക്കണം, പിന്നെ എന്തെങ്കിലും പിള്ളേർ കഴിക്കാനുള്ള മേടിക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കാത്തുമരം കണ്ണ് പൊളിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ അപ്പയും മുളകും കൂടിയിട്ട്. അതിനാൾ കപ്പലാണ്ടിയും പിന്നെ ഗ്രീൻ പീസ് വറുത്തതും 2 ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. പിന്നെ എന്തായാലും വെറുതെക്കല്ലോ വെച്ചിട്ട് ഞാനും ഏട്ടനും കാത്തും കൂടി കളിക്കുന്നതാട്ടേ കാണുന്നത്. എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ടൈറ്റും ആ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗി വന്നു തുടങ്ങിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ പുലിക്കളി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരയ്ക്കും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ടൈം നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ വയറുള്ള പുലികളൊക്കെ ബാക്കിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ ശരിക്കും കാണാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ അതിന് പുലിക്കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുണുക്കന് പുലിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നിട്ട് അവണ്ട് ഇറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഒരു ചേട്ടൻ ഒരു വലിയ വയറുള്ള ചേട്ടനെ കുളിച്ച് കൊടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അതേപോലെ ഈ പ്രാവശ്യത്തെ പുലിക്കളിക്കുള്ള സ്പെഷ്യലാണ് ഈ മീനിൻ്റെ ഷേപ്പുള്ള പുലി. അങ്ങനെ ഈ മീൻ പുലീനും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പുലിക്കളി ഇങ്ങനെ തീർന്നു. ബൈ.